ഇനി ഇന്നത്തെ ദിവസത്തെ കൂടുതൽ അറിയാം. ഇന്നറിയാൻ എന്തൊക്കെ എവിടെയൊക്കെ എപ്പോഴൊക്കെ സംഭവിക്കുമെന്ന് ഒറ്റ നോട്ടത്തിൽ അറിഞ്ഞു വരാം. തിരുവനന്തപുരം പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. ഒന്നാം പ്രതി ഗ്രീഷ്മയും മൂന്നാം പ്രതി നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. തിരുവനന്തപുരം നെടുമങ്ങാട് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ച അപകടത്തിൽ ഡ്രൈവറെ ചോദ്യം ചെയ്യും. ഇന്നലെ രാത്രിയിലാണ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തത്. ബസ് അമിത വേഗതയിലായിരുന്നുവെന്നാണ് യാത്രക്കാർ പറയുന്നത്. കാട്ടാക്കടയിൽ നിന്ന് മൂന്നാറിലേക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കളുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുള്ളത്. കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. എറണാകുളം ചേന്നമംഗലം കൂട്ടക്കൊലപാതകത്തിൽ പ്രതി ഋതുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ പോലീസ് ഇന്ന് അപേക്ഷ നൽകും. പറവൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ നൽകുക. 10 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടാനാണ് തീരുമാനം. മണ്ണാർക്കാട് നബീസ കൊലപാതക കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷ ഇന്ന് വിധിക്കും. തോട്ടര സ്വദേശി നബീസയെ കൊലപ്പെടുത്തിയ കേസിൽ ചെറുമകൻ ബഷീറും ഭാര്യ ഫസീലയും കുറ്റക്കാരാണെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. മണ്ണാർക്കാട് കോടതിയാണ് വിധി പറയുക. RG കർ മെഡിക്കൽ കോളേജിൽ PG മെഡിക്കൽ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വിധി ഇന്ന്. സിയാൽദ കോടതിയാണ് വിധി പറയുക. അറസ്റ്റ് ചെയ്ത സഞ്ജയ് റോയ് മാത്രമല്ല പ്രതിയെന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 1-നാണ് വിദ്യാർത്ഥിനിയെ കോളേജിലെ സെമിനാർ ഹാളിൽ ക്രൂരമായി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. സെയ്ഫ് അലി ഖാന് കുത്തേറ്റ സംഭവത്തിൽ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചയാളെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. ഇന്നലെ ഇയാളെ വിട്ടയച്ചിരുന്നു. അതിനുശേഷം വീണ്ടും കസ്റ്റഡിയിലെടുത്തിരുന്നു. മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതുകൊണ്ടാണ് വീണ്ടും വിളിപ്പിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റാ സയൻസ് കോഴ്സുകളും തൊഴിൽ സാധ്യതകളും പരിചയപ്പെടുത്താൻ സൗജന്യ സെമിനാർ ഇന്ന് നടക്കുന്നുണ്ട്. കഴക്കൂട്ടം നോളജ് സെന്ററിലാണ് സെമിനാർ. കേരള പൈതൃക കോൺഗ്രസ് ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. മന്ത്രി GR അനിൽ പങ്കെടുക്കും. തണൽക്കൂട്ടം സൊസൈറ്റി ഫോർ കൾച്ചറൽ ഹെറിറ്റേജ് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് അപ്പോൾ ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. അധികവും കോടതികളിൽ നിന്ന് വരേണ്ട നിയമ നടപടികളൊക്കെയാണ്.